ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോൺ അപ്പറ്റൈറ്റ് യുവർ മെജസ്റ്റി എന്ന കൊറിയൻ ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മുടെ യൻജിയുടെ മീതയിൽ മുഗ്ജുവും ജസനും കൂടി കെട്ടിവെച്ച ആ ഒരു കുറ്റത്തിന്റെ ഇന്നസെൻസ് അവളും കിങ് ആയിട്ടുള്ള ഈഹണും കൂടിയിട്ട് പ്രൂവ് ചെയ്യുകയും അവരുടെ ഫീലിങ്സ് ഒക്കെ രണ്ടുപേരും ഇപ്പം മ്യൂച്വലി എക്സ്പ്രസ് ചെയ്ത് ഈഹന്റെ ഗ്രാൻഡ് മദറിന്റെ ബർത്ത്ഡേക്കായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈഹന്റെ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന അവന്റെ അമ്മയുടെ ആ ഒരു സ്റ്റോറീനെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഈഹനെ ടെംപ്റ്റഡ് ആക്കിയിട്ട് ഈഹനെ കൊണ്ട് എല്ലാരെയും ഉപദ്രവിച്ച് ആ ഒരു രാജ്യത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാനായിട്ട് ജസനും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയതുപോലെ തന്നെ യൻജിയും ഈഹണും കൂടി കിസ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവള് പെട്ടെന്ന് അവനെ വിട്ടുമാറ്റിയിട്ട് തനിക്ക് മാംഗ്രോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ബുക്ക് എന്തായാലും കിട്ടുകയാണെങ്കിൽ തിരിച്ചു പോകാനായിട്ടുള്ള വഴി എന്തായാലും താൻ നോക്കുന്നു. കാരണം അവള് പ്രസന്റിൽ അവളുടെ അച്ഛനെയും ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ടിട്ട് അവൾ നേടിയെടുത്ത ആ ഒരു കരിയറിനെയും അവിടെ വിട്ടിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്നും ഇനിയിപ്പോൾ ഇവിടെ ജീവിക്കുകയാണെങ്കിലും അവൾക്ക് ആ ഒരു ഡിസിഷനിൽ ഒരു പക്ഷെ റിഗ്രറ്റ് അടിക്കുന്നു. അതുകൊണ്ട് തനിക്ക് എന്തായാലും തിരിച്ചു പോയേ പറ്റുള്ളൂ എന്ന് അവളിപ്പോൾ ഈഹന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം അവൾക്ക് ഈഹനോടും ഇഷ്ടമുള്ളതുകൊണ്ട് ഒരു ചോയ്സ് ഉണ്ടാക്കാൻ പറ്റാണ്ട് അവൾ വിഷമിക്കുന്ന കാണുമ്പോൾ അവളുടെ ഡിസിഷൻ അതെന്തായാലും അതിൻ്റെ ഒപ്പം ഈഹൻ അവളുടെ ഒപ്പം എന്നും കൂടെ നിൽക്കുമെന്നും അവൾ ഇനി ഫ്യൂച്ചറിലേക്ക് പോയാലും എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വരാനായിട്ട് അവൾ ട്രൈ ചെയ്യണമെന്നും ഇനി അഥവാ അവൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വരുമെന്നും അങ്ങനെ നമ്മൾ വീണ്ടും ഒന്നിക്കുമെന്നും അവനിപ്പോൾ അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം ഇതൊന്നും നടക്കില്ലെന്ന് അറിയാഞ്ഞിട്ടും ആ ഒരു വാക്ക് യൻജിനെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഓൾറെഡി ഹിസ്റ്ററിയെ പറ്റിയൊക്കെ നല്ല അറിവുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇനി അവിടെ നടക്കാൻ പോകുന്നത് ഒരു മൈനർ യുദ്ധം തന്നെയാണെന്നും അതില് തന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള സത്യങ്ങളൊക്കെ ഈഹൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അമ്മയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള സ്വന്തം മുത്തശ്ശിയെയും ഒരു കൊട്ടാരത്തിലുള്ള ഒരുപാട് മിനിസ്റ്റേഴ്സിനെയും ഈഹൻ കൊന്നുകളയെന്നും ഓൾറെഡി അറിയായിരുന്ന യൻജി ഇപ്പോ എങ്ങനെയെങ്കിലും ഇതൊക്കെ തടയണമെന്നും അവനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും അവനെ കൊണ്ട് അങ്ങനെ ആരെയും കൊല്ലിപ്പിച്ചിട്ട് ഹിസ്റ്ററിയിൽ വളരെ നീചനായിട്ടുള്ള ഒരു കിങ് ആയിട്ട് അവൻ അറിയപ്പെടരുതെന്നും അവള് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഉണ്ടായാലും ഈഹൻ ഒരിക്കലും തളരരുതെന്നും ആരെയും കൊല്ലരുതെന്നും അവളിപ്പോ അവന്റെ അടുത്ത് നിന്ന് പ്രോമിസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഈഹന്റെ ഗ്രാൻഡ് മദറിന്റെ ആ ഒരു ബർത്ത്ഡേ സെറമണി ഒക്കെ അടുക്കുമ്പോൾ ആ ഒരു കൊട്ടാരത്തിൽ ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റോയൽ കുക്കിനും വലിയൊരു ഫീസ്റ്റ് തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ടാസ്ക് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ക്വീൻ ആകട്ടെ ഈ അടുത്തായിട്ട് ഒട്ടും തന്നെ മീറ്റ് കഴിക്കുന്നില്ലെന്നും പക്ഷെ മീറ്റ് ഇല്ലാണ്ട് എന്ത് ഡിഷായിരിക്കും ഇവരുണ്ടാക്കാൻ പോകുന്നതെന്നും കാരണം മീറ്റ് ഇല്ലാത്ത ഒരു ഫുഡ് പോലും ആലോചിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഇപ്പൊ എല്ലാവരും തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇതേ നേരം മീറ്റിനെ സപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ സോയാബീൻസ് യൂസ് ചെയ്യാമെന്ന് ഒരുപാട് ആലോചിച്ചതിന് ശേഷം യൻജി തീരുമാനിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് കൺസോർട്ട് ആയിട്ടുള്ള മുഗ്ജുവിനെ കാണിക്കുമ്പോൾ അവളിപ്പോൾ ബർത്ത്ഡേയുടെ വിഷസ് ഒക്കെ നേരാനായിട്ട് ഗ്രാൻഡ് മദറിനെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ക്വീൻസ് ഇപ്പോൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴും ജിന്നിന് എങ്ങനെയാണ് പോയ്സണിങ് ഉണ്ടായെന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം കിട്ടാത്തതുകൊണ്ടും അതില് അവളുടെ അസിസ്റ്റന്റ് പങ്കാളിയായതുകൊണ്ടും എല്ലാവരും മുഗ്ജുവിനെ സംശയിക്കുന്നുണ്ടായിരുന്നു. ഇതേ നേരം പ്രിൻസ് ജസൻ ആകട്ടെ ഈഹന്റെ വേണ്ട ട്രാപ്പുകളൊക്കെ സെറ്റ് ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ യൻജിയും ബാക്കിയുള്ള കുക്കുമാരെല്ലാവരും കൂടിയിട്ട് ആ ഒരു ഫീസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എഗ് പ്ലാന്റും സോയ് മീറ്റൊക്കെ വെച്ചിട്ട് അവരോരോ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ യൻജിയുടെ ഡ്രസ്സിൽ നിന്ന് ചെറിയൊരു പാക്കറ്റിലായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വീഴുന്നത് ഗില്ല് കാണുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഈ ചോക്ലേറ്റ്സ് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഗില്ല് കൂടുതലൊന്നും അതിനെപ്പറ്റി ചോദിക്കുന്നില്ലെങ്കിലും നമ്മുടെ യൻജി അത് കിങ്ങിന് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണെന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ക്വീനിന്റെ ആ ഒരു ബർത്ത്ഡേയുടെ ഈവെന്റില് യൻജി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഡിഷൊക്കെ എല്ലാവരും വളരെ ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട്. മീറ്റ് ഉപയോഗിക്കാതെ മീറ്റിന്റെ അതേ ടേസ്റ്റിൽ അവൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സോയ് ഡിഷ് ക്വീനിന് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സോങ് ടേപ്പ് വന്നിട്ട് അടുത്തതായിട്ട് ഒരു ട്രഡീഷണൽ ഡാൻസ് ആണെന്ന് അനൗൺസ് ചെയ്യുന്നത്. ഇതേ നേരം തന്നെ ഈഹണ് ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഗ്രാൻഡ് മദറിന്റെ മുമ്പിൽ ബർത്ത്ഡേ പ്രമാണിച്ച് നല്ലൊരു ഡാൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ ഈഹൺ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഗ്രാൻഡ് മദർ നോക്കി നിൽക്കെ തന്നെയാണ് ജസൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാര്യം അവിടെ നടക്കുന്നത്. ഈ ഒരു സമയത്ത് ഈഹന്റെ വളരെ വിശ്വസ്തനായിട്ടുണ്ടായിരുന്ന ഒരു ഡ്രാഫ്റ്റ് റിപ്പോ അവിടേക്ക് വന്നിട്ട് ഈഹന്റെ കയ്യിലേക്ക് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു റെക്കോർഡ് കൊടുത്തതിന് ശേഷം അവനോട് ഇത് അന്ന് അവന്റെ അമ്മ മരിച്ച ദിവസം ഈ കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളാണെന്നും ഇതിനുള്ളില് നിന്റെ അമ്മയുടെ മരണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നും കിങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ ജേസന് ആ ഒരു പാവം ഡ്രാഫ്റ്റന്റെ ഫാമിലിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിന്റെ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഈ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കാണുകയും അത് വായിച്ചു നോക്കുകയും ചെയ്യുന്നതിലൂടെ അവന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുന്ന ഈഹണിപ്പോ ആകെ വയലന്റ് ആവാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ ഇനി അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ
യൻജി ഊഹിക്കുന്നുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ ആ ഒരു ഡ്രാഫ്റ്റർ ഇപ്പോ അവന്റെ അമ്മയുടെ മദറായിട്ടുള്ള അവന്റെ മെറ്റേണൽ ഗ്രാൻഡ് മദറിനെ അവിടേക്ക് കൊണ്ടുവരികയും ഈഹന്റെ അമ്മ മരിച്ചതിന് ശേഷം ആ ഒരു മുത്തശ്ശിക്ക് മെന്റലി ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു പോയതും ഇപ്പോൾ അതിന്റെ യാതൊരു മെമ്മറി ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് തന്റെ അമ്മയുടെ മരണത്തിന് പുറകിൽ ആരാണെന്നുള്ള വ്യക്തമായ ബോധ്യം കിട്ടിയിട്ടുള്ള ഈഹണിപ്പോ സാങ്ടയുടെ ആ ഒരു ഡ്രാഫ്റ്റിനെ ഉറക്കെ വായിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവന്റെ മരിച്ചു പോയിട്ടുള്ള അച്ഛന്റെ കോൺക്യുബൈൻസ് ആയിട്ടുണ്ടായിരുന്ന അവിടുത്തെ ക്വീനുകളും ഒരുപാട് മിനിസ്റ്റേഴ്സും എന്തിനു പറയുന്നു ആ ഒരു ഗ്രാൻഡ് മദർ കൂടി ചേർന്നിട്ട് ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് അവന്റെ അമ്മേനെ കൊണ്ട് പോയിസൺ കുടിപ്പിച്ചതെന്നും അവളെ കൊന്നു കളഞ്ഞതെന്നും സാങ്ടെ ഇപ്പോൾ ആ ഒരു ഡ്രാഫ്റ്റ് നോക്കി വായിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ മെന്റലി ഇതിൽ റിട്ടാർഡ് ആയിട്ടുള്ള അവന്റെ മെറ്റേണൽ ആയിട്ടുള്ള ഗ്രാൻഡ് മദർ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഈഹന്റെ അമ്മ മരിക്കുമ്പോൾ അവളുടെ ബ്ലഡ് ഒക്കെ വീണിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിയും കൂടി പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പണ്ട് മുതലേ താൻ അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു സത്യം അറിയുന്ന ഈഹണ്ണ് ഓൾറെഡി അവന്റെ ആ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടിട്ട് അവനിപ്പോ അവന്റെ ഒരു സ്വേർഡ് എടുത്തിട്ട് സ്വന്തം ഗ്രാൻഡ് മദറിനെ തന്നെ വെട്ടി കൊലപ്പെടുത്താനായിട്ട് വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി തന്നെയാണ് ജസനും മുഗ്ജും കൂടി ഈ കണ്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്യാണ്ട് അവിടേക്ക് ഇപ്പോ യൻജി വന്നിട്ട് ഈഹണ്ണെ പിടിച്ചു നിർത്തിയിട്ട് അവൾക്ക് അവനോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്നും അവർ തമ്മിലുണ്ടായ നല്ല ഒരുപാട് മൊമെന്റുകളും അവൻ ഇനി ആരെയും കൊല്ലില്ലെന്നും ഒരു ഭീകരനാവില്ലെന്നൊക്കെ അവൾക്ക് കൊടുത്ത ആ ഒരു പ്രോമിസിനെ പറ്റിയൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ കാമാക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും അവനിങ്ങനെ എങ്ങനെയെങ്കിലും ആ ഗ്രാൻഡ് മദറിനെയും മിനിസ്റ്റേഴ്സിനെ ഒക്കെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ യൻജി ഇപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ്സ് ഒക്കെ പോയിട്ട് അവന്റെ ആ ഒരു മെറ്റേണൽ ഗ്രാൻഡ് മദറിന് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും സെൻസ് വരുമെന്ന് സയന്റിഫിക്കലി പ്രൂവൺ ആയിരുന്നല്ലോ. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഗ്രാൻഡ് മദർ ആ ഒരു ചോക്ലേറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം തന്നെ ഈഹൻ വളരെ വയലന്റ് ആയിട്ട് നേരെ അവന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ഗ്രാൻഡ് മദറിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് അവന്റെ മെറ്റേണൽ ആയിട്ടുള്ള ഗ്രാൻഡ് മദർ ഇപ്പോൾ അവന്റെ പേര് ഉറക്കെ വിളിച്ചതിന് ശേഷം നിന്റെ അമ്മയുടെ ലാസ്റ്റത്തെ വാക്കുകൾ നീ നല്ലൊരു മകനായിരിക്കണമെന്നും നല്ല ഒരു കിങ് ആയിരിക്കണം എന്നതാണെന്നും യാതൊരു രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളും ഇല്ലാത്ത ഒരു വയസ്സും ജസ്റ്റിസും ഉള്ള ഒരു കിങ് ആയിരിക്കണമെന്നും അവന്റെ മുത്തശ്ശി പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അത് അവന്റെ അമ്മയുടെ ലാസ്റ്റ് വാക്കുകളായതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്വേർഡ് തന്നെ താഴേക്ക് വീണ് പോകുന്നുണ്ട്. കാരണം അവിടെ വെച്ച് അവൻ അത്രയും റിവെഞ്ച് ഉണ്ടെങ്കിൽ പോലും അവന്റെ അമ്മയുടെ ലാസ്റ്റ് വാക്കുകൾ അവൻ അത്രമാത്രം ഇമോഷണൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ജസനും മൊഗ്ജും കൂടി പ്ലാൻ ചെയ്ത ഒരു കാര്യം അവിടെ നടക്കാണ്ട് പോവാണ്. അങ്ങനെ ഇപ്പൊ ജസൻ അവന്റെ ബാക്കിയുള്ള കൂട്ടരോട് ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ടൈം ആയെന്നും എങ്ങനെയും ഈഹനെ ഡീട്രോൺ ചെയ്യണം എന്നൊക്കെ പറയണത് വളരെ സീക്രട്ട് ആയിട്ട് തന്നെ സോങ്ടെ ഇപ്പൊ ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് മനസ്സിലാക്കിയിട്ട് ജസൻ നേരെ തന്നെ സോങ്ടേനെ പിടിച്ചുകൊണ്ട് അവനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇത്രയും നേരത്തിനുള്ളിൽ തന്നെ യൻജി ഇപ്പോൾ വളരെ സമാധാനപരമായിട്ട് ഈഹന്റെ അടുത്തിരുന്ന് സംസാരിച്ച് അവനെ നോർമലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവൻ ഒട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയിട്ട് അവന്റെ അമ്മയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരു കിങ് ആയിട്ട് അവന് ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ആദ്യം അവൻ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർക്കണമെന്നും മറ്റും പറഞ്ഞ് യങ് അവന് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ സോങ്ടയുടെ അച്ഛനായിട്ടുള്ള ഒരു മിനിസ്റ്ററും ജസന്റെ ഈ ഒരു പ്ലാനിങ്ങിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. അതില് അവൻ തന്റെ മകനായിട്ടുള്ള സോങ്ടേനെ ഒരു ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുപോയിട്ട് സോങ്ജനെ ഉപയോഗിച്ചുകൊണ്ട് കിങ്ങിനെ ഒരു ഫോറസ്റ്റിലേക്ക് വരുത്തിയിട്ട് ആ ഫോറസ്റ്റിൽ വെച്ച് ഇങ്ങനെ കൊന്നുകളയാനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തേക്കെന്ന് മനസ്സിലാക്കുന്ന സോങ്ടയുടെ അച്ഛനായിട്ടുള്ള മിനിസ്റ്റർ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കിങ്ങിനെ അറിയിക്കാനായിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ടെങ്കിലും ഒക്കെ നേരം തന്നെ അവര് വന്നിട്ട് ഇപ്പൊ ആ ഒരു മനുഷ്യനെയും കൊന്നുകളയുന്നുണ്ട്. പിന്നീട് ഒട്ടും തന്നെ സമയം കളയാണ്ട് ഈ ജസൻ ഇത്രയും നാളുകളായിട്ട് അവന്റെ അണ്ടറിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പടയാളികൾ ഫുള്ള് ആക്ഷനിലേക്ക് വരികയും അതിൽ ചിലര് നമ്മുടെ യൻജിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും തക്ക നേരത്ത് ഗൊങ് വന്നിട്ട് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ജസൻ ഇപ്പോ കിങ്ങിന് ചുറ്റുമുള്ള എല്ലാരെയും പെടുത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈഹന്റെ അടുത്തേക്ക് ഇപ്പോ ജസന്റെ താഴെ വർക്ക് ചെയ്യുന്ന വേറൊരു മിനിസ്റ്റർ വന്നിട്ട് അവനെതിരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റിബൽസ് ഇപ്പോ ഈഹന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുണ്ടായിരുന്ന സോങ്ടേനെ നമ്മുടെ റോയൽ കുക്കായിട്ടുള്ള യൻജിനെയും കാട്ടിലേക്ക് പിടിച്ചുകൊണ്ട് പോയെന്നും പറയുന്നുണ്ട്. ആക്ച്വലി ആ ഒരു കിങ്ങിനെ ഫോറസ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജസൻ നടത്തിയ ഒരു പ്ലാനിന്റെ ഒരു ഭാഗമായിരുന്നു അത്. അങ്ങനെ ഇപ്പോൾ ഒരു സൈഡിൽ സോങ്ടെ മറ്റേ സൈഡിൽ യൻജി ഇവരെ രണ്ടുപേരെയും രക്ഷിക്കാനായിട്ട് കിങ് നേരെ അവന്റെ പടയാളികളെയും കൊണ്ട് ഫോറസ്റ്റിലേക്ക് പുറപ്പെടുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ പാലസിലേക്ക് കിങ്ങിന്റെ ആ ഒരു ട്രഡീഷണൽ ഡാൻസ് കളിച്ച ഒരു വേഷത്തില് വേറൊരാൾ വന്നിട്ട് നമ്മുടെ ഗ്രാൻഡ് ക്വീനിനെ അടക്കം ബാക്കിയുള്ള ഒരുപാട് ക്വീൻസിനെ കൊന്നുകളയുന്നുണ്ട്. മാത്രമല്ല അവനിങ്ങനെ കിങ് ധരിച്ച ഒരു വേഷത്തിൽ വന്ന കാരണം കൊണ്ട് അവിടെ നിൽക്കുന്ന ബാക്കി മെയ്ഡുമാരെല്ലാരും കിങ് തന്നെ വന്നിട്ട് നേരത്തെ ഉണ്ടായ ആ ഒരു സത്യത്തിന്റെ ദേഷ്യത്തില് ഗ്രാൻഡ് മദറിനെ കൊന്നുകളയാണെന്നാണ് അവരെല്ലാരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പൊ ആ ഒരു കൊട്ടാരം ഫുള്ള് കിങ് ഇങ്ങനെ ഓരോരുത്തരെ
ആൾക്കാരെ കൊല്ലുന്ന ആ ഒരു റൂമർ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജസൻ അവന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിമിലേക്ക് എത്തുകയും അവന്റെ ആ ഒരു എൻറ്റയർ പടയാളികളെല്ലാവരും ഒരു കൊട്ടാരം ഫുള്ള് കേവോസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം നമ്മുടെ ഈഹൺ ആകട്ടെ കുറച്ച് പടയാളികളെയും കൂട്ടിയിട്ട് സോങ്ടേനെ ആ ഒരു കാട്ടിൽ വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ നേരം സോങ്ടെ ആകട്ടെ ഇത് ഒരു ട്രാപ്പാണെന്നും അവനോട് ഇവിടെ നിന്ന് പോവാനും പറയുന്നുണ്ടെങ്കിലും ഇങ്ങാകട്ടെ അതൊന്നും കേൾക്കാതെ മാക്സിമം അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ബാക്കിൽ നിന്നിട്ട് ജസന്റെ കുറച്ച് ഫൈറ്റേഴ്സ് ഇപ്പോൾ കിങ്ങിനെതിരെ ആരോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം കാണുന്ന സോങ്ടെ ഇപ്പോൾ മറ്റൊന്നും ആലോചിക്കാണ്ട് നേരെ നമ്മുടെ കിങ് ആയിട്ടുള്ള ഈഹനെ തള്ളി മാറ്റിയിട്ട് സ്വയം അവന്റെ മേല് വന്നിട്ട് ആ ആരോസ് ഒക്കെ ഇപ്പൊ തറയ്ക്കുന്നുണ്ട്. അങ്ങനെ പാവം നമ്മുടെ സോങ്ടെ ഇപ്പോൾ അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഈഹണിന് വേണ്ടിയിട്ട് അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു കാര്യമൊക്കെ കാണുമ്പോൾ ഈഹൺ ആകെ ബ്രോക്കൺ ആയിട്ട് എൻ്റെ അപ്പം ഇത്രയും നാളുണ്ടായിരുന്ന അവന്റെ ഒരു വിശ്വസ്തന് ഇങ്ങനെ ഒരു കാര്യം പറ്റിയതിന്റെ വിഷമത്തിൽ അവനിപ്പോ അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ നേരം തന്നെ ജസന്റെ ആൾക്കാരിപ്പോ വീണ്ടും കിങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആ ഒരു കാട് ഫുള്ളും ബേൺ ചെയ്തിട്ട് അവനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ യഞ്ചിക്ക് ഇപ്പൊ ബോധമൊക്കെ വന്നിട്ട് അവള് തന്നെ രക്ഷിച്ചതിന്റെ പേരിൽ ഇപ്പോ ഗോങ്ങിന്റെ അടുത്ത് നന്ദി പറയുന്നുണ്ട്. മാത്രമല്ല ഈഹണ് എന്തൊക്കെ ആപത്തുകൾ സംഭവിക്കാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയിരുന്ന അവള് ഗോങ്ങിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഈഹണെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് പറയുകയും അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കൂടിയിട്ട് ഈഹൺ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവാൻ നിൽക്കുന്ന നേരത്ത് ജസന്റെ സോൾജിയേഴ്സ് അവരെ കാണുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്.